നമസ്കാരം. പതിരും കതിരും. 1988 കാലത്ത് ഒരു സിനിമ പുറത്തിറങ്ങിയത് ഓർക്കുന്നു. പപ്പു മാള ജഗതി അല്ലെങ്കിൽ ലൂസ് ലൂസ് അരപ്പിരി ലൂസ് എന്നായിരുന്നു സിനിമയുടെ പേര്. എന്നാൽ പോസ്റ്ററിലെ പരസ്യവാചകത്തിൽ ചേർത്തത് പപ്പു മാള ജഗതി നഞ്ചെന്തിന് നാനാഴി എന്നായിരുന്നു. എന്തായാലും ആ സിനിമയുടെ പേര് കേട്ടപ്പോൾ തന്നെ സിനിമാ പ്രേമികൾ കുടുകൂടെ ചിരിക്കാൻ തുടങ്ങി. സിനിമ കാണുന്നതിന് മുമ്പ് ചിരി തുടങ്ങുന്ന അത്ഭുതമായിരുന്നു അത്. ഇതുപോലെയാണ് MV ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനമെന്ന് പറഞ്ഞ് കാർഡുകൾ ഇറക്കുമ്പോഴും മനുഷ്യൻ ചിരിക്കുന്നത്. ഇന്നലെ ഗോവിന്ദൻ മാഷ് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മയക്കുമരുന്ന് കച്ചവടം പൊട്ടിക്കുന്നു എന്നാണ്. അത് കേട്ടപ്പോൾ തന്നെ ജനം തലയറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. കാരണം മാഷ് സത്യമേ പറയൂ. ഗോവിന്ദൻ മാഷ് ഇത്രയും പറഞ്ഞതും CPM സൈബർ ഹാൻഡിലുകൾ അത് ആഘോഷമാക്കി. എന്നാൽ ഇന്നത്തെ വാർത്താ സമ്മേളനം VD സതീശൻ തന്നെ അങ്ങ് തൂക്കി. ഇന്നലെ മാഷ് പറയുന്നത് ഞാൻ കേട്ടു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മയക്കുമരുന്ന് കച്ചവടമാണെന്ന്. ഗോവിന്ദൻ മാഷ് ഇനിയും ഇങ്ങനെയൊക്കെയുള്ള തമാശകൾ പറയണം. കാരണം ഗോവിന്ദനാണ് ഞങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യം. സത്യത്തിൽ ഗോവിന്ദൻ മാഷ് പഴയ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കുറേ കഥകൾ പറയാൻ സതീശന് അവസരമുണ്ടാക്കി കൊടുക്കുകയായിരുന്നു. പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ എന്തിനാണ് ഗോവിന്ദ 100 ദിവസം അകത്ത് കിടന്നത്? അന്ന് ഗോവിന്ദൻ എന്തുകൊണ്ടാണ് പിണറായി വിജയന് താക്കീത് കൊടുക്കാതിരുന്നത്? സ്വർണ്ണ കള്ളക്കടത്ത് കേസിലായിരുന്നു അദ്ദേഹം അകത്ത് പോയി കിടന്നത്. ശിവശങ്കരൻ സസന്തോഷം പിണറായി വിജയന് പരിചയപ്പെടുത്തി കൊടുത്ത സ്വപ്ന സുരേഷിന് എന്തായിരുന്നു അക്കാലത്ത് ഇടപാട്? സ്വപ്ന സുരേഷ് പിണറായി വിജയൻ്റെ ക്ലിഫ് ഹൗസിനകത്തെ സ്ഥിരം അന്തേവാസിയായിരുന്നു. കമലച്ചേട്ടത്തിയെ അറബി പഠിപ്പിക്കുന്നതൊക്കെ അവരായിരുന്നു. ക്ലിഫ് ഹൗസിലെ വിരുന്ന് സൽക്കാരത്തിലെല്ലാം മേശയുടെ പിന്നിൽ സ്വപ്ന സുരേഷും നിൽക്കുന്നത് കാണാം. എന്നിട്ടും പിണറായി വിജയൻ പറഞ്ഞു അനക്കറിയില്ല എന്ന്. ഇവിടെ ഇതാ എങ്ങനെയാണ് മയക്കുമരുന്ന് കേസിൽ പിടിയിലായ ഒരുത്തനുമായി തനിക്ക് ബന്ധമുണ്ടായതെന്ന് മുഖ്യമന്ത്രി കൃത്യമായി പറയുന്നുണ്ട്. പിണറായി വിജയൻ്റെ ക്യാബിനറ്റ് ബസ് കാലൻ്റെ പോത്തിനെ പോലെ തല്ലുമാല നടത്തി യാത്ര നടത്തിയത് ഓർമ്മയില്ലേ? പ്രതിഷേധക്കാരെ മുഴുവൻ തല്ലി തകർത്ത വകയിൽ ഈ പിടിക്കപ്പെട്ട ആൾക്കും കിട്ടി തല്ല്. തല്ലു വാങ്ങിയ യൂത്ത് കോൺഗ്രസ്സുകാരെ ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ ഇയാളെയും വിളിച്ച് ആശ്വസിപ്പിച്ചു. അവിടെ വരുമ്പോൾ വീട്ടിൽ വരാമെന്നും പറഞ്ഞു. ഒരു പരിപാടിക്ക് അവിടെ ചെന്നപ്പോൾ നാട്ടിലെ നേതാക്കന്മാരുമൊത്ത് ആ പ്രതിയുടെ വീട്ടിൽ സന്ദർശനം നടത്തി. അന്ന് അയാൾ പ്രതിയല്ല, വളരെ ഡീസൻ്റ് ആയിരുന്നു. ഇയാൾക്ക് ഇങ്ങനെ ഒരു ഇടപാടുണ്ടെന്ന് ആ നാട്ടുകാർക്കും നേതാക്കന്മാർക്കും ഒന്നും അറിയില്ലായിരുന്നു. അയാൾ മയക്കുമരുന്ന് കേസിൽ പെട്ടപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവിന് ജാഗ്രതക്കുറവുണ്ടായി എന്ന് പറഞ്ഞ് അന്വേഷണ കമ്മീഷനെ വയ്ക്കുകയായിരുന്നില്ല ചെയ്തത്. ആളിപ്പോൾ അകത്ത് കിടക്കുകയാണ്. ഒരർത്ഥത്തിൽ ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് മുഖ്യമന്ത്രിയെ വലിച്ചു കീറാനുള്ള എല്ലാ വിഭവങ്ങളും കയ്യിലുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ എന്തോ മരമുറിക്കാരൻ്റെ റിപ്പോർട്ടർമാരും ദേശാഭിമാനിയും കൈരളിയും ഒന്നും ചിലച്ച് ബഹളം വയ്ക്കുന്നത് നമ്മൾ കണ്ടില്ല. മുഖ്യമന്ത്രിയെ ഇതാ മാധ്യമപ്രവർത്തകർ എടുത്തിട്ട് പൊരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ മുഖ്യൻ മറ്റൊരു നമ്പരിടും. കൈരളിക്കാരൻ്റെയും ദേശാഭിമാനിയുടെയും കോലിടൽ പരിപാടി ഇവിടെ വേണ്ട. ചോദ്യശരങ്ങളെയെല്ലാം 4 മടക്കി തിരിച്ചെറിഞ്ഞു ഇന്നും മുഖ്യൻ. മുഖ്യമന്ത്രിക്കെതിരെ ഇടുന്ന കാർഡുകളെല്ലാം മെറ്റയെ സ്വാധീനിച്ച് റിമൂവ് ചെയ്യിക്കുന്നു എന്നായിരുന്നു കുറച്ചുപേരുടെ ആക്ഷേപം. ഇത് കേട്ടാൽ തോന്നും മെറ്റ മുഖ്യമന്ത്രി സതീശൻ്റെ അപ്പച്ചിയുടെ മോനാണെന്ന്. CM ഓഫീസ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് തുടങ്ങാൻ നോക്കിയിട്ട് മെറ്റ സമ്മതിക്കുന്നില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പിന്നെ അല്ലേ നിങ്ങളിടുന്ന പോസ്റ്റുകൾ ഞാൻ പറഞ്ഞാൽ പിൻവലിക്കുന്നത്? എന്തായാലും എനിക്കെതിരെയുള്ള കാർഡുകൾ വരെ പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞ് ഞാൻ വേണമെങ്കിൽ മെറ്റയ്ക്ക് കത്തെഴുതാമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. സത്യത്തിൽ അത് കേട്ട നിമിഷം മാധ്യമപ്രവർത്തകർ സങ്കടം ഉള്ളിലൊതുക്കി വിതുമ്പുകയായിരുന്നിരിക്കണം. ഇന്നലെ മരംവെട്ടുകാരുടെ ചാനലുകാരിരുന്ന് വിളിച്ചു കൂവിയത് കേട്ടാൽ തോന്നും VD സതീശൻ ഒറ്റ ഫോൺ വിളിച്ചാൽ മെറ്റെ അനുസരിക്കും എന്ന മട്ടിൽ. എന്തായാലും ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ നിന്നും ആരും വന്ന് ബഹളം വെച്ചില്ല എന്നത് നല്ലൊരു ലക്ഷണമാണ്. ഇനി കൂടുതൽ കളിച്ചാൽ വിവരമറിയും എന്നോ മറ്റോ അവർക്ക് തോന്നിക്കാണും. ഒരർത്ഥത്തിൽ ഗോവിന്ദൻ വളരെ നിരാശനാണിപ്പോൾ. മയക്കുമരുന്ന് കേസ്, മത്സ്യത്തൊഴിലാളിയെ കടലിൽ കാണാതായ സംഭവം, വന്ദേ മാതര വിവാദം, അങ്ങനെ ഒരു 100 കാര്യങ്ങളും ചിന്തിച്ചാണ് വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്നത്. പക്ഷേ അപ്പോഴേക്കും അതെല്ലാം നിർവീര്യമാക്കിക്കൊണ്ട് മരമുറി ചാനലുകാരുടെ GST തട്ടിപ്പ് പുറത്തു വന്നു. മരമുറിക്കാരന് കിട്ടുന്ന ഓരോ അടിയും പ്രതിപക്ഷത്തിനുള്ള പാരിതോഷികം കൂടിയായി മാറുകയാണ്. സത്യത്തിൽ GST തട്ടിപ്പ് കണ്ടെത്തിയത് പിണറായി സർക്കാർ തന്നെയായിരുന്നു. അവരാണ് നോട്ടീസ് കൊടുത്തതും. എന്നാൽ അതിന്മേലുള്ള നടപടി പൂഴ്ത്തിവെച്ച് സഹായിച്ചത് എന്തിനായിരുന്നു? സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ പുല്ല് തിന്നു കഴിഞ്ഞ അധ്യാപകരെ കൊണ്ട്
കുറച്ച് ദിവസം കൂടി നാടകം കളിക്കാമെന്ന് കരുതിയെങ്കിലും അവരും എഴുന്നേറ്റങ്ങ് പോയി. വളർമതി ടീച്ചറുടെ സങ്കടമൊക്കെ റഹീം ലൈവിലൂടെ വിവരിച്ചപ്പോൾ സർക്കാർ കണ്ണു തുറന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും അവർ തീവ്രവാദികളാണെന്നും പാട്ടകിലിക്കുകളാണെന്നും പറഞ്ഞ് ആക്ഷേപിച്ചില്ലല്ലോ കോൺഗ്രസ്സുകാരും മന്ത്രിമാരും. ചുരുക്കി പറഞ്ഞാൽ ഗോവിന്ദൻ മാഷും പിണറായിയുമൊക്കെ വലിയ വാളുമെടുത്ത് യുദ്ധത്തിന് വരും. പക്ഷെ തിരിച്ചു പോകുന്നത് മുറിച്ചുരികയും കക്ഷത്തിൽ വെച്ചുകൊണ്ടാണ്.